ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു എഡ്യൂവാലെ 2.0. ഇന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ആ റിസൾട്ട് വരുന്നത്. ഇന്ന് 3 മണിക്ക് നമ്മുടെ +2 റിസൾട്ട് പബ്ലിഷ് ചെയ്യാണ്. ഇന്നലെ ഓൾറെഡി SSLC റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് 3 മണിക്ക് നമ്മുടെ റിസൾട്ട് വരികയാണ്. നിങ്ങൾ 2 വർഷത്തെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് ശരിക്കും ആക്ച്വലി ഇന്ന് വരാൻ പോകുന്നത്. 2 വർഷം നിങ്ങൾ പഠിച്ചതും നിങ്ങളുടെ എല്ലാവിധ എക്സ്ട്രാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ സി മാർക്കുകളും പ്രാക്ടിക്കൽസും അത്രയും ദിവസങ്ങൾ 2 വർഷം നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം എക്സാമുകൾ നിങ്ങൾ കടന്നു വന്നു. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ റിസൾട്ടിലെ ഇപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെ പോയാൽ നമ്മുടെ റിസൾട്ട് വരും. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ളത് എന്തായാലും റിസൾട്ട് ഉണ്ടായിരിക്കും. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത കുട്ടികൾക്ക് പ്രതീക്ഷ റിസൾട്ട് കിട്ടാതിരിക്കാം. അതല്ല ഒരു മാക്സിമം ലെവലിൽ ഒരു മിനിമം ലെവലിൽ പോയവർക്ക് ഒരു മാക്സിമം മാർക്ക് കിട്ടിയെന്നൊക്കെ വരാം. പല തരത്തിലുള്ള കാറ്റഗറീസ് ഓഫ് റിസൾട്ടാണ് നമുക്കിന്ന് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ റിസൾട്ടിൽ, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി വരും. അതായത് ഓരോ കുട്ടികൾക്കും റിസൾട്ടിൽ എങ്ങനെയൊക്കെയാണ് മാർക്കുകളുടെ അടിസ്ഥാനം എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളൊരു ഓരോ വീഡിയോസ് ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്കിപ്പോൾ ഇന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷായി. ആ റിസൾട്ടിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ഇഫ് യു ഫെയിൽ ഓർ പാസ് എന്നാണ്. നിങ്ങൾ പാസ്സായോ അതോ ഫെയിൽ ആയോ എന്നാണ് ആദ്യം ശ്രദ്ധിക്കുക. അത് നമുക്ക് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഓർ നോൺ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആണ് നമുക്ക് കാണിക്കാറ്. അപ്പോൾ ഇത് വേണം നമ്മൾ ആദ്യം നോക്കാനായിട്ട്, നിങ്ങൾ പാസ്സായോ അതോ ഫെയിലായോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം പാസും ഫെയിലും ആണെന്ന് നമുക്ക് കറക്റ്റ് റിസൾട്ടിൻ്റെ താഴെയാണ് അവിടെ എഴുതി കാണിക്കുക. NEHS അല്ലെങ്കിൽ EHS എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫുൾ ഫോമാണ് കാണിക്കുക. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ നമ്മളെ സർട്ടിഫിക്കറ്റിലാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവുള്ളൂ, ഓരോ പെർസെൻറ്റേജ് മാർക്കൊക്കെ. അത് നമുക്ക് കിട്ടി വരുമ്പോൾ എങ്ങനെയും അടുത്ത മന്തൊക്കെ ലാസ്റ്റിലൊക്കെയാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അതിൻ്റെ ഡേറ്റൊക്കെ നമുക്ക് ഇന്നത്തെ റിസൾട്ടിലുണ്ടായിരിക്കും. ദെൻ പാസ് ഓർ ഫെയിൽ എന്ന് പറയുന്നെങ്കിൽ ഓരോ സബ്ജക്റ്റ് വൈസ് നമുക്ക് മാർക്ക് നോക്കാം. 80-ൽ 24 ആണ്. അതുപോലെ തന്നെ 60-ൽ 18 ആണ് നമ്മുടെ മാർക്ക് പാസ്സാവാനുള്ളത്. 60-ലാണ് എക്സാം എങ്കിൽ 18 മാർക്ക് വേണം പാസ്സാവാനായിട്ട്. 80-ലാണ് എങ്കിൽ 24 ആണ്. ഇത് +2 +1-ലാണ്. രണ്ടും കൂടിയിട്ടാണെങ്കിൽ നമുക്കൊരു 48 80-ൽ വേണം. അത് 80-ലുള്ള പേപ്പറിൽ 80-ൻ്റെ മാർക്കുള്ള പേപ്പറിൽ 48-ഉം 36 മാർക്ക് 60 ഉള്ള പേപ്പറിൽ, അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് അക്കൗണ്ടൻസി ചില സ്റ്റുഡൻസിൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് 60-ലാണ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 60-ലാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് 60-ലാണ്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ തന്നെ പാസും അല്ലെങ്കിൽ ഫെയിലാണെന്ന് ശ്രദ്ധിക്കാനുള്ളത്. പേഴ്സൻറ്റേജ് നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ഉണ്ടായിരിക്കും. 10th-ലെ റിസൾട്ട് പോലെ ഗ്രേഡ് മാത്രമല്ല, കൃത്യമായിട്ട് നമ്മുടെ റിസൾട്ടിൽ ഓരോ സബ്ജക്റ്റിലും മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 1200-ലാണ് നമുക്ക് ടോട്ടൽ മാർക്ക് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് എങ്കിൽ ആ മാർക്ക് ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തത് ഡിവൈഡഡ് ബൈ 1200 × 100. ഇതാണ് നമ്മുടെ റിസൾട്ട്. നമ്മളെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. A+A ആണോ, A+ ആണോ, A ആണോ എന്നുള്ള, B+ ആണോ, B ആണോ, ഗ്രേഡ് ഉണ്ടോ നോക്കുക. ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഗ്രേഡ് ഉണ്ടായിരിക്കും, ടോട്ടൽ മാർക്ക് ഉണ്ടായിരിക്കും. ഇതെല്ലാം ഉണ്ടോയെന്ന് കൃത്യമായി നോക്കുക. അതെങ്ങനെയാണ് നിങ്ങൾക്ക് വന്നത് എന്നും എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ റിസൾട്ട് വന്ന ശേഷമുള്ള വീഡിയോയിൽ പബ്ലിഷ് ചെയ്യും. ദെൻ അതിൻ്റെ പിന്നാലെ നിങ്ങൾക്ക് എങ്ങനെ ഇപ്പോൾ റിസൾട്ട് നമ്മൾ അറിഞ്ഞു, പാസ്സാണോ ഫെയിലാണോ എന്ന് അറിഞ്ഞു, പെർസെൻറ്റേജ് നോക്കി, ഗ്രേഡൊക്കെ നോക്കി. അപ്പോൾ ചില സബ്ജക്റ്റുകളിൽ നമുക്ക് എന്തുണ്ടാവില്ല, നമ്മൾ വിചാരിച്ച എത്ര എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ചില സ്റ്റുഡൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അതിൽ ഡെഫിനറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, അത് ശരിക്കും നോക്കണം, ഒന്നും കൂടി റിവാല്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവാലുവേഷൻ ഡേറ്റിൻ്റെയും ഫീസും ഒക്കെ കാര്യങ്ങൾ ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്തിട്ടിരിക്കും. ആ റിവാലുവേഷൻ്റെ ഡേറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഫീസും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കാം. അതേ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യും വൈകാതെ. ദെൻ നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിലും സി മാർക്കും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്കും ആഡ് ചെയ്തിട്ടില്ലേ എന്ന് നോക്കുക. പ്രാക്ടിക്കൽ എക്സാം നമുക്ക് മെയിനായിട്ട് ഉണ്ടാവുക കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിന് ഉണ്ടായിരിക്കും, അതുപോലെ ടാലി, അതായത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ടാലിയിൽ ഉണ്ടായിരിക്കും പ്രാക്ടിക്കൽസ്. അങ്ങനെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ 40 മാർക്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്കില്ലേ എന്ന് നമ്മൾ പ്രത്യേകം നോക്കാം. ഓക്കെ, സി മാർക്ക് എന്ന് പറയേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി ടീച്ചേഴ്സ് 20-ലാണ് സി മാർക്ക് ഉണ്ടാവുക, 18, 17, 16 പലർക്കും പല കാറ്റഗറീസ് ആണ് മാർക്ക്, അതുണ്ടോ നോക്കുക. ദെൻ ഗ്രേസ് മാർക്ക്, അതായത് നിങ്ങൾ കുറേ സ്റ്റുഡൻസ് ചിലപ്പോൾ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവാം. അതിൻ്റെ ഗ്രേസ് മാർക്ക് അവാർഡ് ആണോ നോക്കുക. നമുക്ക് റിസൾട്ടിൻ്റെ തൊട്ട് താഴെ ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ചില സ്റ്റുഡൻസിന് ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് സ്കൂളിൽ തന്നെ പോയിട്ട് പറയാം കേട്ടോ. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഏതെങ്കിലും സ്റ്റുഡൻസ് ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഫെയിൽ ആയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചത്ര നമുക്കറിയാം കൊമേഴ്സിനെ സംബന്ധിച്ച് 2-3 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനേക്കാൾ ടഫായിരുന്നു ഇപ്രാവശ്യത്തെ മൊത്തത്തിൽ.
ഒരു അക്കൗണ്ടൻസി കമ്പ്യൂട്ടറൈസ്ഡ് മാത്രമാണ് നല്ലൊരു എളുപ്പം എന്ന് പറയാൻ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇക്കണോമിക്സും ബിസിനസ്സും ഒക്കെ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് മുതൽ ടഫായിരുന്നു. A+ വിന്നേഴ്സ് ഫുൾ മാർക്ക് ഹോൾഡേഴ്സിനാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടാവുക. അപ്പോൾ സേ എക്സാമിൻ്റെ ഡേറ്റും ആപ്ലിക്കേഷനും എങ്ങനെയൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇന്നലെ SSLC റിസൾട്ട് പബ്ലിഷ് ചെയ്തത് 8-ാം തീയതി പബ്ലിഷ് ചെയ്തിട്ട് 28-ാം തീയതി അവർക്ക് സേ എക്സാം ആണ്. അപ്പോൾ 20 days ആണ് ആർക്ക് കിട്ടിയിട്ടുള്ളൂ, SSLC സ്റ്റുഡൻസിന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കും ഡേയ്സ് വളരെയധികം കുറവായിരിക്കും. പിന്നെ സേ എക്സാം എഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വരും. നമ്മൾ സേ എക്സാം ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വൈകാതെ ഇന്ന് തന്നെ നമ്മൾ നൈറ്റിനുള്ളിൽ പബ്ലിഷ് ചെയ്യും. കാരണം സേ എക്സാമിന് നമ്മൾ ക്ലാസ് തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ദിവസത്തെ അഡ്മിഷൻ, പിറ്റേ ദിവസം ക്ലാസ്. കാരണം ഇത്രയും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കെല്ലാം നമ്മൾ പഠിപ്പിച്ചു തരണം അല്ലേ. അപ്പോൾ സേ എക്സാമിൻ്റെ ഡേറ്റ് ഇനി ഏതെങ്കിലും കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും സബ്ജക്റ്റിന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുത്. കാരണം ഈ സേ എക്സാം കൂടി നമ്മുടെ കയ്യിലുണ്ട്. സേ എക്സാം നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ നിങ്ങൾക്ക് ഒരു വർഷം എടുക്കേണ്ടി വരും. അടുത്ത വർഷത്തെ മാർച്ചിൽ എക്സാം എഴുതുന്ന കുട്ടികളുടെ കൂടെ എഴുതേണ്ടി വരും, കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് ആയിട്ട്. അതൊക്കെ നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല പോലെ നോക്കുക. എനിക്ക് ഈ മാർക്കില്ലേ, പാസ്സാണോ ഫെയിൽ ആണോ, പെർസെൻറ്റേജ് എത്രയാണ്, ഗ്രേഡ് എത്രയാണ്. ഇത് ചിലപ്പോൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വരാം. ചില സ്റ്റുഡൻസിന് കഴിഞ്ഞ വർഷം 2-3 കുട്ടികൾ നമ്മളിൽ സേ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഗ്രേഡ് വ്യത്യാസം ഉണ്ടായിരുന്നു. അവർക്ക് മാർക്ക് നല്ല മാർക്കാണ്, പക്ഷെ ഗ്രേഡ് വന്നപ്പോൾ A+ പകരം A ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊന്നുകൂടി പിറ്റേ ദിവസം ചെക്ക് ചെയ്തപ്പോൾ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2-3 വട്ടം നിങ്ങൾ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ റിസൾട്ട് വന്നാൽ ശ്രദ്ധിക്കുക. എല്ലാവരും ടെൻഷൻ അടിക്കാതിരിക്കുക. മാത്രമല്ല നല്ല റിസൾട്ട് കിട്ടണം. ഫെയിൽ ആയവരുണ്ടാവാം, അവരാരും ടെൻഷൻ അടിക്കാതെ സേ എക്സാമും കൂടി ഹിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.